ഇവിടെ വലിയ ഒരു കച്ചവടം സർക്കാർ അറിഞ്ഞുകൊണ്ട്, കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയും മാർക്സിസ്റ്റ് പാർട്ടിയും അറിഞ്ഞുകൊണ്ട് കേരളത്തിൽ വലിയ ഒരു കച്ചവടം അവർ നടത്തിയിരിക്കുകയാണ്. അപ്പോൾ ഈ കച്ചവടം നടത്തിയിട്ടുള്ളത് വലിയൊരു കമ്പനി, ആ കമ്പനിയുടെ പേര് P1 ഇൻഫ്രാസ്ട്രക്ചർ പ്രൈവറ്റ് ലിമിറ്റഡ് എന്നാണ്. ഈ P1 ഇൻഫ്രാസ്ട്രക്ചർ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്ന ഈ കമ്പനിക്ക് 2021 വരെ നമ്മുടെ നാട്ടിൽ യാതൊരു തരത്തിലുമുള്ള ബിസിനസ്സും അവർ നടത്തുന്നില്ല. ആ കമ്പനി P1 ഇൻഫ്രാസ്ട്രക്ചർ കമ്പനി 2021 8/3/2021 2 കോടി രൂപ മാർക്സിസ്റ്റ് പാർട്ടിക്ക് സംഭാവന നൽകിയിട്ടുണ്ട്. അപ്പോൾ P1 ഇൻഫ്രാസ്ട്രക്ചർ കമ്പനി 8/3/2021 2 കോടി രൂപ മാർക്സിസ്റ്റ് പാർട്ടിയുടെ പാർട്ടി ഫണ്ടിലേക്ക് നൽകുകയും 9/3/2021 വീണ്ടും ഒരു 2 കോടി രൂപ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഫണ്ടിലേക്ക് നൽകുകയും ചെയ്തത് 2021 2021 ശേഷം ഇവിടെ കേരളത്തിൽ ആ കമ്പനി ഒരു ഉപകമ്പനിയാണ്. ബ്ലാക്ക് സ്റ്റോൺ എന്ന് പറയുന്ന അമേരിക്കയിലെ വലിയ ഒരു കമ്പനിയുടെ ഉപകമ്പനിയാണ് P1 ഇൻഫ്രാസ്ട്രക്ചർ. ആ വലിയ കമ്പനി ഈ ഉപകമ്പനിയെ മുന്നിൽ നിർത്തിക്കൊണ്ട് ബ്ലാക്ക് സ്റ്റോൺ ഓൺഡ് ഹെൽത്ത് പ്ലാറ്റ്ഫോം ക്വാളിറ്റി കെയർ ടു ബൈ കിംസ് കേരള, കേരളത്തിലെ 10ഓളം വരുന്ന പ്രൈവറ്റ് കമ്പനികളെ അവർ വാങ്ങിയിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ പേപ്പറുകൾ ഈ പത്രസമ്മേളനത്തിന് ശേഷം ഞാൻ നിങ്ങൾക്ക് കൈമാറുന്നുണ്ട്. ഇത് മാർക്സിസ്റ്റ് പാർട്ടിയുടെ 4 കോടി രൂപ മാർക്സിസ്റ്റ് പാർട്ടിക്ക് 2021 P1 ഇൻഫ്രാസ്ട്രക്ചർ കമ്പനി നൽകിയിട്ടുള്ളതിൻ്റെ അവരുടെ തന്നെ രേഖകളിൽ നിങ്ങൾക്ക് പരിശോധിച്ചാൽ ഓരോ മാധ്യമ പ്രവർത്തകർക്കും കാണാൻ സാധിക്കും. ഇത് വലിയ ഒരു ആശുപത്രി ശൃംഖലയാണ്. ഇത് ഏറ്റവും പാവപ്പെട്ടവരുടെ ജീവിതം വിറ്റുകൊണ്ടാണ് ഈ കമ്പനിക്ക് കേരളത്തിൽ പടർന്ന് പന്തലിക്കാനുള്ള സാഹചര്യം മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിൽ ഒരുക്കി കൊടുത്തിട്ടുള്ളത്. ഈ 2021 ശേഷം നമുക്ക് നോക്കിയാൽ കാണാൻ സാധിക്കും, നമ്മുടെ സർക്കാർ മെഡിക്കൽ കോളേജുകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് ഒരു വർഷം 13 ലക്ഷത്തോളം മേജർ രോഗബാധിതർ ഉൾപ്പെടെയുള്ളവർക്ക് അഡ്മിഷൻ കിട്ടിയിരുന്നു എങ്കിൽ അത് പിന്നീട് നമുക്ക് കാണാൻ സാധിക്കുന്നത് 7.5 ലക്ഷമായിട്ട് ഇൻ പേഷ്യൻ്റ് അഡ്മിഷൻ കേരളത്തിൻ്റെ ആരോഗ്യ മേഖലയിൽ കുറഞ്ഞുപോയി എന്നുള്ളതാണ്. അതായത് ഏതാണ്ട് 13 ലക്ഷത്തിനും 15 ലക്ഷത്തിനും വരുന്ന ആളുകൾ ഇൻ പേഷ്യൻസ് ആയിട്ട് നമ്മുടെ സർക്കാർ ആശുപത്രികളിൽ അഭയം തേടിയിരുന്നപ്പോൾ ഈ കമ്പനിയുമായിട്ട് കരാറുണ്ടാക്കുകയും ഈ കമ്പനി സ്വകാര്യ മേഖലയിലെ ചെയിൻ ഓഫ് കിംസിൻ്റെയും ആസ്റ്ററിൻ്റെയും മുഴുവൻ സ്ഥാപനങ്ങളെയും വാങ്ങുകയും ചെയ്തതിനു ശേഷം നമുക്ക് കാണാൻ സാധിക്കുന്നത് 7.5 ലക്ഷമായിട്ട് ആ രോഗികളുടെ അഡ്മിഷൻ നമ്മുടെ ആരോഗ്യ മേഖലയിൽ കുറഞ്ഞു എന്നുള്ളതാണ്. 1.3 ലക്ഷം വരുന്ന മേജർ സർജറികൾ നമ്മുടെ നാട്ടിൽ നടന്നിരുന്നുവെങ്കിൽ ഈ കച്ചവടം നടന്നതിന് ശേഷം അത് 89,000 മേജർ സർജറികൾ മാത്രമായി കേരളത്തിലെ മെഡിക്കൽ കോളേജുകൾ മാറി എന്നുള്ളതാണ്. ഈ യാഥാർത്ഥ്യം മനസ്സിലാക്കിക്കൊണ്ടാണ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാർ ഒരാൾ പോലും ചികിത്സ തേടി കേരളത്തിൻ്റെ പൊതുമേഖല ആരോഗ്യ മേഖലയെ സമീപിക്കാത്തത്. അവരെല്ലാം തന്നെ കേരളത്തിൻ്റെ പുറത്ത് അല്ലെങ്കിൽ ഇന്ത്യയുടെ പുറത്ത് എന്നുള്ള രീതിയിൽ ചികിത്സ തേടിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ ഓരോരുത്തരുടെയും മുന്നിൽ നിലകൊള്ളുന്നത്. അപ്പോൾ ഈ പാർട്ടി എപ്പോഴും പറയുന്നത് ഞങ്ങൾ സാമ്രാജ്യത്വ മുതലാളിത്വത്തിനെതിരാണ്, ഞങ്ങൾ ഇവിടുത്തെ പാവപ്പെട്ട തൊഴിലാളികൾക്ക് വേണ്ടിയിട്ടാണ് പ്രവർത്തിക്കുന്നത്. അപ്പോൾ പാവപ്പെട്ട
തൊഴിലാളികൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു പാർട്ടി 4 കോടി രൂപയോളം അവരുടെ പാർട്ടി ഫണ്ടിലേക്ക് വാങ്ങിക്കൊണ്ട് ഒരു അമേരിക്കൻ സാമ്രാജ്യത്വ കമ്പനിയെ കേരളത്തിലേക്ക് കൈപ്പിടിച്ചു കൊണ്ടുവന്ന് ഇവിടത്തെ തിരുവനന്തപുരം, കൊല്ലം, അവർ വാങ്ങിയിട്ടുള്ള ആശുപത്രികൾ തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, എറണാകുളം, മലപ്പുറം, പാലക്കാട്, കോഴിക്കോട്, കണ്ണൂർ ഈ ജില്ലകളിൽ വ്യാപിച്ചു കിടക്കുന്ന സ്വകാര്യ ആശുപത്രികൾ കേരളത്തിൽ യാതൊരു ബിസിനസ്സും ഇല്ലാത്ത ഈ P1 ഇൻഫ്രാസ്ട്രക്ചർ കമ്പനി വാങ്ങിക്കൂട്ടിയിരിക്കുകയാണ്. ഇതിനർത്ഥം കേരളത്തിൻ്റെ മുഖ്യമന്ത്രി സാധാരണക്കാരനോട് നീതി പുലർത്താതെ, ആരോഗ്യ മേഖലയോട് നീതി പുലർത്താതെ ഇത്തരത്തിലുള്ള വലിയ ഒരു സാഹചര്യം പാവപ്പെട്ടവനെതിരായി കേരളത്തിൻ്റെ മണ്ണിൽ ക്രിയേറ്റ് ചെയ്യപ്പെട്ടു എന്നുള്ളത് കൊണ്ട് തന്നെയാണ് നമ്മുടെ ഏറ്റവും അവസാനം ശ്രീമതി ഉഷ ജോസഫിനും ഈ ദുരിതക്കയത്തിൽ എത്തേണ്ട ഒരു സാഹചര്യം ഉണ്ടായത്.